ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് അഗൈൻ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഇന്നലെ റിവ്യൂ ഇട്ടില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ ഭയങ്കര മെനക്കെട്ട പരിപാടി ആയതുകൊണ്ടാണ് ഇന്നലെ വ്യൂസ് ഇടാഞ്ഞത്. അപ്പം ഗൈസ്, വീണ്ടും നമ്മുടെ ബിഗ് ബോസ് ഒരു അടിപൊളി മൂഡിലോട്ട് നമുക്ക് കടന്നേക്കുവാണ്. ഇപ്പം എന്നും ഈ ഒന്നും രണ്ടും മൂന്നും തല്ലുകൾ ഭീതമാണ്. അത് നാടൻ തല്ല്, നാടൻ ഭാഷാ രീതികളൊക്കെയാണ്. എല്ലാവരും കച്ചറയാടെ. ശരിക്കും നമ്മുടെ തനിക്കുണം, നമ്മുടെ ഇതിനകത്തെ കണ്ടസ്റ്റൻസിന്റെ തനിക്കുണം പുറത്തു വരാൻ പോകണം. പ്രത്യേകിച്ച് രേണുസുതിയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. പുള്ളിക്കാരുടെ ഒക്കെ ആ കച്ചറ സ്വഭാവമൊക്കെ പുറത്തേക്കിങ്ങനെ വന്നോണ്ടിരുന്നു. അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020@2025. ഞാൻ പാർവതി. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട്, ലൈക്ക് എല്ലാം ചെയ്യണം. തുടക്കക്കാരിയാണ്, അപ്പോൾ പോരായ്മകൾ ഉണ്ടാകും. പക്ഷെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് രേണുസുതിയെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തേ ഇല്ല. അപ്പൊ ഗൈസ്, രേണുസുതിയുടെ കുറച്ച് കച്ചറ സ്വഭാവങ്ങൾ പൊളിച്ചെടുക്കുന്ന കുറച്ച് വീഡിയോസ് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുതി ബിഗ് ബോസിലോട്ട് വരുന്നതിന് മുമ്പേ തന്നെ, അതായത് ബിഗ് ബോസ് ഓഗസ്റ്റ് 3 ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ രേണുസുതിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രേണുസുതിയുടെ ഒരു ഫ്രണ്ട് സജീന എന്ന് പറഞ്ഞ ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അവളെ വിജയിപ്പിക്കണം, അവളെ പോലെ ഒരു ധീര വനിത ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ നമ്മൾ എല്ലാവരും എടുത്ത് റോസ്റ്റ് ചെയ്ത് കയ്യിൽ 8 മടങ്ങി കൊടുത്താണ്. അതിനുശേഷമാണ് രേണുസുതിയുടെ ഒരു പൊറാട്ട് നാടകമായിട്ട് രേണുസുതിയും രമ്യയും കൂടെ വന്നിട്ട് ഒരു പൊറാട്ട് നാടകമൊക്കെ വന്നിരുന്നു. അതായത് രമ്യയുടെ വീട്ടിലാണ് രേണുസുതി ഇപ്പൊ നിൽക്കുന്നത്, ഞാൻ ബിഗ് ബോസിലൊന്നും പോയില്ല. അവരുടെ പ്രേക്ഷകരെ തന്നെ ചീറ്റ് ചെയ്യുന്ന രീതിക്കാണ് ആ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. വെറും നോണയാണ്. എപ്പോഴും നോണ പറഞ്ഞ് ഇതുങ്ങൾക്ക് അത് മാത്രമേ അറിയുള്ളൂ. അതിനുശേഷമൊക്കെയാണ് രേണുസുതി പിന്നെ വന്ന് ഇതിനകത്തോട്ട് എൻട്രി ആയി കഴിഞ്ഞിട്ട് പിന്നെ വന്നേക്കുന്നത് എന്തുവാടി, രേണുസുതിക്ക് നല്ലൊരു വീടും എല്ലാം ഉണ്ട്, നമ്മുടെ ഫിറോസൊക്കെ വെച്ചുകൂടെ, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ രേണുസുതിയുടെ ചുറ്റുപാടും കാര്യങ്ങളൊന്നും അറിയത്തില്ല. കുറച്ച് അമ്മമാര് കാണും, അമ്മ പ്രേക്ഷകർ കാണും, അതായത് TV മാത്രം കണ്ടോണ്ടിരിക്കുന്നവര്. അവരുടെ മനസ്സിലോട്ട് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശവും അടുത്ത നാടകമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ, രേണുസുതിയുടെ പിന്നീട് വരുന്ന വീഡിയോസിനൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഞാൻ ഭയങ്കര പാവമാണ് ഗൈസ്, എനിക്ക് ഒന്നുമില്ല, എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് പൊട്ടിപ്പൊളിഞ്ഞ ഫോൺ മാത്രമേ ഉള്ളൂ ഗൈസ്, എനിക്ക് എന്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് എന്റെ വീട് കണ്ടില്ല, നിങ്ങൾ ബാക്കിലോട്ട് നോക്കും, എന്റെ വീടും ചുറ്റുപാടും കണ്ടില്ല, എനിക്ക് ഒന്നുമില്ല. എന്നെ സുതിച്ചാട്ടും മരിച്ചാൽ പിന്നെ ഒരു കുന്തോ ഒരു കിണമില്ലെന്നുള്ള രീതിയിലൊക്കെയാണ് രേണുസുതിയുടെ അടുത്ത വീഡിയോസ് എല്ലാം വരുന്നത്. ഇപ്പൊ നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. സുചേട്ടൻ ഒരുപാട് പോകാൻ ആഗ്രഹിച്ചതായിരുന്നു ബിഗ് ബോസിലേക്ക്. രേണുവിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞപ്പം ഓക്കെ, എന്താണ് ഇവർ കാണിക്കുന്നത്? ആ രമ്യ ചേച്ചിയും കണക്കും അനിയത്തിയും കണക്കും എല്ലാം പഠിച്ച കളികളാണ്. ആ ചുറ്റുപാടും പ്രദേശങ്ങൾ നോക്കിയാൽ മൊത്തം പായലും ഇതും എല്ലാം ഒരു വൃത്തികെട്ട, ഒരു ഹൈജീൻ ഇല്ലാത്ത ഒരു പ്ലേസിൽ നിന്നെടുത്ത്. കാരണം മറ്റുള്ളവരെ കാണിക്കണം, അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത കുറെ പേരുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിലും കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കാണാത്ത കുറെ പേരുണ്ട്. അപ്പൊ അവരിലോട്ട് എത്തിക്കണം. എന്റെ ചുറ്റുപാടൊക്കെ കണ്ടു, എനിക്കൊന്നുമില്ല, ഞാൻ പാവപ്പെട്ട അതീവ ദരിദ്രയിൽ നിന്ന് വന്നാന്നൊക്കെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് വായിക്കോ? എന്തിനാണ് 2-3 പിള്ളേരെ ആ വീഡിയോ കേട്ടില്ല? കൊച്ചൊക്കെ ഇങ്ങനെ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് ആ പെൺകൊച്ചൊക്കെ. നിങ്ങൾ ആ പിള്ളേരെയും കൂടെ പിടിച്ച് എന്തിനാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്? രമ്യൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ പൊട്ടിക്കറിയും എന്ന് വെച്ചാൽ, ആ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ മുന്നിൽ ഇപ്പൊ സുധി മരിച്ചതുപോലെ ഇവരുടെ എക്സ്പ്രഷൻ. സുധി മരിച്ച സമയത്ത് പോലും ഇത്ര എക്സ്പ്രഷൻ ഇട്ട് കാണത്തില്ല. എന്നാലും മരണ വീട്ടിൽ നിൽക്കുന്ന ഫീലാണ് എല്ലാ വീഡിയോയ്ക്കും. എന്തിനാണ് ഇങ്ങനെ കടന്ന് മെഴുകുന്നത്? നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് വോട്ടൊന്ന് ചോദിച്ചോളൂ, നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിന്നുകൂടെ? അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് വരുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം ഇതൊക്കെ സംഭവിക്കുള്ളൂ. അപ്പം രേണുസുതിയുടെ ഇങ്ങോട്ടുള്ള ഒരു വീഡിയോസിലൊക്കെ ബിഗ് ബോസിലൊക്കെ രേണുസുതി പറയുന്നുണ്ട്, എനിക്ക് 2 ആഴ്ച കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്റെ റിലയെല്ലാം പൊട്ടിപ്പോകും എന്ന് പറയുന്നുണ്ട്. 2 ആഴ്ചയല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തനിക്കോണം പുറത്തു വന്നു. അപ്പം ബിഗ് ബോസ് രേണുസുതിക്ക് നന്നായിട്ട് ഹൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല പ്രൊമോഷൻ. രേണുസുതിയിലും അനീഷിനെയും ഇവർ തമ്മിൽ എന്തോ ഒരു സ്ട്രാറ്റജി നമ്മുടെ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു ലവ് ട്രാക്കോ അങ്ങനെ എന്തെങ്കിലും. കാരണം രണ്ടും ഒരേ കട്ടക്കാണ്. അപ്പം ഇത് തന്നെയാണ് ഇതിന്റെ ഒരു വേറെ വേഷമാണ് അനീഷും. അപ്പം ഇവരെ രണ്ടിനെ അവിടെ പിടിച്ചു നിർത്താൻ മാക്സിമം ബിഗ് ബോസ് പരിശ്രമിക്കുന്നുണ്ട്. എന്തോ ഒരു കോംബോ ഇവരിൽ ബിഗ് ബോസ് കാണുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഏഷ്യാനെറ്റിന്റെ എല്ലാ ഇൻസ്റ്റ, യൂട്യൂബ് അങ്ങോട്ട് ഉള്ളതെല്ലാം ഇതിനകത്തും നമ്മൾ ബൂസ്റ്റ് ചെയ്തേക്കുന്ന രേണുസുതിയിലാണ്. ഓക്കെ, അപ്പം രേണുസുതിയിലെ നാഗബലി ഉണർന്നു. അപ്പൊ ഈ രാവിലത്തെ പെർഫോമൻസ് തന്നെ ഇവിടെ ക്യാമറ വലിയ കൊണ്ടോ രേണുസുതി വന്നേക്കും. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെ കിട്ടുമോനെ, എന്റെ ഋതപ്പ, ഇവിടെ ക്യാമറയൊക്കെ ഉണ്ടല്ലോ അല്ലേ, മുടിയൊക്കെ ശരിയാണല്ലോ അല്ലേ, എന്റെ ഋതപ്പ.
കിച്ചു, എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. എന്തുവാണ് പെണ്ണും പിള്ള ഈ കിടന്ന് കാണിക്കുന്നത്? ഈ പെണ്ണും പിള്ളെ പോലെ ഒരു സംഭവം, എന്റെ പൊന്നെ, സംഭവം ബഹളമാണ്. ബാത്റൂമിൽ ഇരുന്ന് കരയണമെന്നാണ് ആലോചിച്ചത്. പക്ഷെ ബാത്റൂമിൽ ക്യാമറ ഇല്ലല്ലോ. ക്യാമറ എവിടെയൊക്കെയേ ഉള്ളൂ. ആരും ഇരുന്ന് കരയാതെ എന്നാ ഓർത്തത്. ആരുമില്ല, ഒരു മനുഷ്യര് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് കരച്ചിലും മോങ്ങലും തുടങ്ങുന്നത്. സ്ഥിരം വിധവാ കാർഡും അത് എല്ലാ കാർഡും മാക്സിമം കാർഡ് എടുത്തിട്ടുണ്ട്. രേണുസുതി ടപ്പ ടപ്പ ടപ്പേ അവരിനി കണ്ടന്റ് ഇട്ട് വാരുക തന്നെ ചെയ്യുന്നത്. ഒരാഴ്ച അടങ്ങി ഒതുങ്ങി ഇരുന്നു. ഇനി രേണുസുതിയെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇനി രേണുസുതി കളി തുടങ്ങി കഴിഞ്ഞു തന്നെ പറയാം. അപ്പം ഇതിന്റെ കിച്ചുവിനെയൊക്കെ കണ്ടിട്ട് അവർ വർഷങ്ങളായെന്നാ തോന്നുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ. എന്നിട്ടാണ് ഇപ്പൊ കിച്ചുവിനെയും കൂടെ എടുത്ത് ഇതിനകത്തോട്ടിരുന്നത്. കിച്ചു ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ മുതുതള്ളക്ക് എന്നാത്തിന്റെ കേടാന്ന് കിച്ചു തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആകെ പല നാറിയിരിക്കുവാണ്. പിന്നെ റിതപ്പ, എനിക്ക് പറ്റത്തില്ലടാ, എനിക്ക് പറ്റത്തില്ലെങ്കിൽ എന്നിട്ട് പോകുമ്പോളെയൊന്ന്. അപ്പൊ ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വഴക്കുണ്ട്. അത് നമ്മുടെ അനീഷുമായിട്ടാണ് ആ ഉടക്ക് നടക്കുന്നത്. നമുക്ക് റിയാക്ഷൻ കണ്ടോടെ ബോഡി ലാംഗ്വേജ് നോക്കി. ബസ് സ്റ്റാൻഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. ചന്ത 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 താൻ ചന്ത എന്തുവാണെന്ന് അറിയത്തില്ല. ഇതാണ് ഗൈസ് റിയൽ രേണുസുതിയുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവങ്ങൾ പതുക്കെ 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 പുറത്ത് വന്നോണ്ട് തുടങ്ങി. കഴിഞ്ഞ ദിവസം നമ്മളെ നെവിനുമായിട്ടുള്ള ഒരു ആട്ട് കണ്ടായിരുന്നു. എന്തൊരു ചന്തയാണ്, എന്തൊരു കച്ചറയാണ്. അപ്പൊ ബിഗ് ബോസിന് വേണ്ടതും ഈ കച്ചറ ഇതാണ്. അപ്പം ആ കച്ചറ സ്വഭാവം പുറത്തു വന്നിരിക്കുകയാണ്. അതുണ്ടോ? പിന്നെ അനീഷാണ് ഇങ്ങനെ ഇറക്കിയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അയാളുടെ സ്ട്രാറ്റജിയാണ്. മനസ്സിലാക്കിയിട്ട് ഈ കിടന്ന് കച്ചറയാണ്. ഓ, എന്തോരലപ്പാട്. ഇത് മാത്രമല്ല, ഇതിനകത്തുള്ളത് സകലമായ ആൾക്കാരും വെറും കച്ചറകളാണ്. ഇനി അടുത്ത വഴക്ക് നടക്കുന്നുണ്ട് നമ്മുടെ ബിന്നി. ഇതിന്റെ അപ്പുറമാണ് തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിക്കും. അതുമുണ്ട്. അടുത്ത ഗൈസ് അടുത്തൊരു കോൺവെർസേഷൻ ആണ് കാണിക്കുന്നത്. അതായത് നിവിനും ബിൻസിയും നമ്മുടെ അനിമോളും ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു പ്രേമം പൂക്കുകയാണ്. പ്രേമം പൂത്തു ഒലഞ്ഞു വരികയാണ്. അതായത് ബിൻസിയെ നിവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബിൻസിയെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്. അന്നേരം ഞാൻ ഭയങ്കര സീരിയസ് ആണ്, എനിക്ക് അതുപോലെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അനിമോള് മിനി അയ്യോ, അപ്പൊ അനിമോള് പെട്ടെന്ന് ക്ലിക്കായി. അപ്പൊ അനിമോള് പറഞ്ഞു അയ്യോ അങ്ങനെ പറയില്ല. അതായത് നമുക്ക് നമ്മുടെ നിവിന്റെ സോറി ഒരു പെണ്ണാളൻ സ്റ്റൈലാണ്. ഇച്ചിരി ചാന്ത് തരുവോടെ, ഇച്ചിരി പൊട്ട് തരുവോടെ, ലിപ്സ്റ്റിക് തരുവോടെ, നമ്മുടെ ചാന്ത് പൊട്ട് സ്റ്റൈലാണ് നിവിന്. നമുക്കത് കാണുമ്പോഴേ അറിയാം. അപ്പം അവിടെ പിന്നെ ഇതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പം ഇവര് തമ്മിൽ വീണ്ടും ഒരു അടി നടക്കുന്നുണ്ട്. അതിനകത്ത് ജയിൽ നോമിനേഷൻ വരുമ്പോഴത്തേക്ക് നിവിൻ നമ്മുടെ പുള്ളിക്കാരുടെ പേര് പറയുമ്പോഴത്തേക്ക് ബിൻസിയുടെ പേര് പറയുന്നു. അന്നേരത്തേക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പുകഞ്ഞ പുള്ളി പുറത്തുനിന്നുള്ള ഇതിനകത്ത് പുള്ളിക്കാരി കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പൊ അതാണ് ഒരു റീസൺ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിൽ ഒരു ഉടക്കം നടക്കുമ്പോഴത്തേക്ക് നിവിൻ എടിന്ന് വിളിക്കുമ്പോഴത്തേക്ക് എടിയോ, എന്നെ എടിയോ, നിന്റെ വീട്ടിൽ നിന്റെ തളയും പെങ്ങളെ നിന്നെ വിളിക്കലാന്ന് പറയുമ്പോൾ ശരിക്കും കർണാക്കുറ്റിക്ക് നോക്കി അടി കൊടുക്കേണ്ട പരിപാടിയാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ വെറും കച്ചറയാണ് ഈ പ്രാവശ്യത്തെ. ഈ പുറമോടി മാത്രമേ ഉള്ളൂ, വെറും കച്ചറകളാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. വെറും ചന്ത സ്റ്റൈല് വർത്താനമാണ് ഇതിനകത്ത് നടക്കുന്നത് മൊത്തം. അപ്പൊ അതുപോലത്തെ അടിയാണ് ഇവര് തമ്മിൽ നടക്കുന്നത്. അപ്പൊ തന്തയ്ക്കും തള്ളയ്ക്കും അറഞ്ചും പുറഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിയും പടയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് പണിപ്പുര ടാസ്ക് വരുന്നത്. പണിപ്പുര ടാസ്ക് നമുക്ക് മത്സരിക്കാൻ ഇതിനകത്ത് സെലക്ട് അയക്കുന്ന അക്ബറിനാണ് പണിപ്പുര പോകാൻ്റെ ഇതുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ കിച്ചണിൽ ഓൾമോസ്റ്റ് ഫുഡ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്നും പരിപ്പ് കറിയാണ്. അപ്പൊ അതെല്ലാം വെള്ളമെല്ലാം കൂട്ടി ഒഴിച്ച് ഇത്രയും പേർക്ക് ഉണ്ടാക്കണ്ടേ, വളരെ കഷ്ടപ്പെട്ടാണ് കിച്ചൺ ഉള്ളവര് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അക്ബർ അന്നേരം വിചാരിച്ചേക്കുന്നത് എന്നാലും പണിപ്പുരയിൽ പോകുമ്പോഴത്തേക്ക് ടാസ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യമുള്ള ഫുഡ് എടുക്കാം. അപ്പൊ അരിയും സാധനങ്ങളും ഒന്നും ഇല്ലെന്ന് ബിഗ് ബോസ് അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും പണ്ടാരടങ്ങാൻ എന്ത് ഫുഡാലും കൈ കിട്ടുന്ന വെച്ച് എടുക്കാമെന്ന് പറയുന്നു. അപ്പൊ 500 പോയിന്റ്സ് കൊണ്ട് 20 സെക്കൻഡും ഉണ്ട്. അപ്പൊ ഈ തവണ ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നമുക്ക് കണ്ണൊന്നും കാണാൻ പറ്റത്തില്ലാത്ത സൈസ് ലൈറ്റ് എഫക്റ്റ് ആണ് പണിപ്പുര ടാസ്കിൽ വന്നേക്കുന്നത്. അപ്പൊ ഒരു കഷ്ടപ്പെട്ട് നമുക്കറിയാലോ കണ്ണൊന്നും കാണാൻ പറ്റില്ല, ഇത്ര സെക്കൻഡേ ഉള്ളൂ, മിന്നി മറിഞ്ഞ് ഇങ്ങനെ ലൈറ്റ്സ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന് ശരിക്കും ഇരുട്ടാവും. അപ്പൊ അതിനുണ്ടാവാം ഒരു കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് 10 സെക്കൻഡുകൾ കൊണ്ട് അക്ബർ കുറച്ച് കൈ കിട്ടിയ ഫുഡ് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് അനീഷിന്റെ ഒടുക്കത്തെ ചൊറിച്ചില്. അപ്പം 500 പോയിന്റ്സ് ആയിരുന്നല്ലോ, അപ്പൊ 690 പോയിന്റ്സിനുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് അവിടെ തുടങ്ങുന്നു അനീഷിന്റെ ചൊറിച്ചിൽ. ആ ചൊറിച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ടൺ പിടിച്ചിട്ട് കൊടുക്കാൻ തോന്നും ഗൈസ്. ശരിക്കും ആ വീട്ടിൽ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല, എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ തുടങ്ങുമ്പോൾ പറഞ്ഞു ബിഗ് ബോസ് ഈ ഫുഡ് തരാൻ യാതൊരു കാര്യവുമില്ല, ബിഗ് ബോസ് ഇത് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ അവന് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 690, അതായത് 190 പോയിന്റ് എക്സ്ട്രാ ഫുഡാണല്ലോ എടുത്തത്. അത് കാരണം ഇത് കാണുമ്പോഴത്തേക്ക് എന്റെ പൊന്നോ, ആ വീട്ടിലെ ആൾക്കാർക്കെല്ലാം കൂടെ തരിച്ചങ്ങോട്ട് വന്നിട്ട് എല്ലാം കൂടെ അറഞ്ചം പുറഞ്ചം നമ്മുടെ അനീഷിനെ വലിച്ചു കയറി ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അതും പോരാണ്ട് ഈ നാണമില്ലാത്ത പരമ മോനെ ഇവരുടെ കൂടെ വന്ന് ഈ ഫുഡ് എടുത്ത് തിന്നുന്നുണ്ട് പിന്നീട്. അങ്ങനത്തെ ഒരുത്തനാണ് ഇവന് മാക്സിമം ആൾക്കാരെ വെറുപ്പിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എല്ലാവരുടെ ആവശ്യത്തിനും ഒന്നിച്ച് നിൽക്കത്തില്ല. അതുപോലത്തെ ഒരു സൈക്കോ ഇത്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഈ രേണുസുതി ആയിട്ടുള്ള ഒരു സിങ്ക്. അപ്പൊ ഏതാണ്ട് രേണുസുതിയും ഇവനുമായിട്ട് നല്ലൊരു സിങ്ക് ഉണ്ട്. അത് ബിഗ് ബോസിന് വേണം. അതിന് വേണ്ടിയിട്ട് രണ്ടിനെയും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അടിയാണ് ഒനിയലും റെനയുമായിട്ടുള്ള. അപ്പൊ റെന ഇങ്ങനെ ചൊറിഞ്ഞ് ഒനിയന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാന്ന് ഒരു റെസ്പെക്റ്റും ഇല്ലാതൊക്കെ സംസാരിക്കുന്നു. പിന്നെ നമ്മുടെ പെൺപട എല്ലാം കൂടെ വന്നിട്ട് റെന നീ ചൊറിഞ്ഞിട്ടാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് റെന അവിടെ ഒരു കരച്ചിൽ തുടങ്ങും. അടുത്തതാണ് നമ്മുടെ അനിമോളും ആര്യനും തമ്മിലുള്ള. അപ്പൊ അനിമോൾ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്താണ് കളിക്കുന്നത്. അപ്പം അനിമോള് പറയുന്നത് ആര്യൻ എന്നെ ഇങ്ങനെ ഒരു ഫിംഗർ എന്തോ കാണിച്ചു. അപ്പൊ അത് വ്യക്തമാക്കുന്നത്. അപ്പൊ നമ്മൾ കേൾക്കുന്നവർക്കും എന്തോ സെക്ഷലി അബ്യൂസ് ചെയ്ത് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലേക്കാണ് പറഞ്ഞത്. അപ്പം ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ അനിമോള് അക്ബറിന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നിക് നെയിം ഒക്കെ ഇടുന്ന സമയത്താണെങ്കിലും വൃത്തികെട്ട ക്യാരക്ടർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്നാ വിചാരിക്കുന്ന ഈ ആമ്പിള്ളാരുടെ ഒക്കെ ഒരു സെക്ച്വലി ആയിട്ടുള്ള ഒരു നമ്മളെ വുമൺസിനെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തോന്നലാണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. നല്ലൊരു ഒഫൻസ് ആണ്. അപ്പൊ അനിമോളുടെ ഇതുപോലത്തെ വൃത്തികെട്ട ഗെയിം. അപ്പോഴത്തേക്ക് അക്ബർ വന്നിട്ട് അത് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അനിമോളെ നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല, ഇതിനകത്ത് ബാഡ് മീനിങ് ഒന്നും അല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇല്ലില്ല അനിമോള് സമ്മതിക്കുന്നില്ല. ആര്യൻ എന്തോ ഇങ്ങനെ ഫിംഗർ കൊണ്ട് കാണിച്ചെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ആര്യൻ അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യമില്ലാതെ ഇവമാറ വായി കയറി ഇറങ്ങിയിട്ട് അനിമോൾ അവിടെ പോയിരുന്നതിന്റെ പ്ലാസ്റ്റിക് ചെടിയുടെ മണ്ട കിടന്നുകൊണ്ട് കരയുന്നുണ്ട്. അതാ ഭിത്തി ഇങ്ങനെ മറച്ചു വെച്ചേക്കുന്നത് പ്ലാസ്റ്റിക് ചെടി ഇരുന്നിട്ട് പിന്നെയും കരയുന്നു. അടുത്താണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. അവിടെ അക്ബറിനെ ഇവർ ശരിക്കും ഒഴിവാക്കുന്നുണ്ട്. ശരിക്കും അക്ബറിന് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അക്ബറിനെ നമ്മുടെ വീട്ടുകാർ ഒഴിവാക്കുന്നുണ്ട്. അതിൽ ക്യാപ്റ്റൻസി ടാസ്കിൽ അഭിലാഷിനെയും ബിന്നിയെയും ഷാനവാസിനെയുമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ പാവ ഇങ്ങനെ വരും. പാവയെ തല്ലി താഴെ ഇടുന്നു. അവരാണ് വിന്നർ. അപ്പം ഷാനവാസ് അതിൽ വിജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അപ്പാനിയും അനീഷും തമ്മിലുള്ള ഒരു അടിയുണ്ട്. എപ്പോഴും ഉള്ളത് പോലെ. അപ്പോഴത്തേക്ക് അതിൽ അപ്പാനി ഭയങ്കര ടെററാണ് കേട്ടോ. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര അരോചകമാണ്, ഭയങ്കര ടെററാണ്. അപ്പൊ എല്ലാ കാര്യത്തിലും ഇങ്ങനെ നമുക്ക് ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയും പിടിയും കയ്യൊക്കെ കളിയുടെ പരിപാടിയിലാണ് അപ്പാനി നിൽക്കുന്നത് എപ്പോഴും. അപ്പൊ അപ്പാനി പറഞ്ഞു നീ ഉണ്ടല്ലോ, നീ എന്റെ മുഖത്ത് നോക്കിയങ്ങാനും സംസാരിക്കേണ്ടി വന്നാൽ നിന്നെ ഞാൻ കടത്തി ഉറക്കത്തില്ല എന്ന് അപ്പാനി അനീഷിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കില് നമുക്ക് ജയിൽ നോമിനേഷൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അനീഷിന്റെ കയ്യിലോട്ട് കാർഡ് നമ്മുടെ ബിഗ് ബോസ് അറിഞ്ഞു തന്നെ കൊടുക്കുന്നത്. അപ്പം ക്യാപ്റ്റന് ഒരു പവർ കൊടുക്കുന്നത്. ക്യാപ്റ്റനോട് പറയാണ്, ക്യാപ്റ്റൻ താങ്കൾക്ക് ജയിൽ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതേ കിടക്കുന്നു പരിപാടി. അപ്പം ക്യാപ്റ്റൻ ഡയറക്റ്റ് ആയിട്ട് അപ്പാനിയെ അങ്ങോട്ട് നോമിനേറ്റ് ചെയ്യുകയാണ്. അപ്പം അപ്പാനി ശരിക്കും മൂഞ്ചി, പൊന്നുകൾ മൂഞ്ചി. അപ്പൊ ശരിക്കും അപ്പാനി അതിനകത്ത് മൂഞ്ചി തെറ്റിയിരിക്കുകയാണ്. അപ്പം മുമ്പത്തെ ഡയലോഗ് ഓർക്കുന്നുണ്ടല്ലോ, നീ എന്റെ മുഖത്ത് നോക്കി എന്നാണ് സംസാരിച്ചത്. അപ്പം ഗൈസ് ഈ പ്രാവശ്യം ജയിലില് ബാത്റൂം ഇല്ല. അപ്പൊ ക്യാപ്റ്റൻ വേണം ഇവരെ ജയിലിൽ നിന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയുണ്ട്. പിന്നെ നമ്മളെല്ലാം അനിമോളും അപ്പാനിയും ജയിലിലാകുന്നു. അപ്പം ജയിലിൽ ഉദ്ഘാടനം ചെയ്യുന്ന അനീഷാണ്. അപ്പം അനീഷിനെ നന്നായിട്ട് നമ്മൾ പറയുന്ന പോലെ ബിഗ് ബോസ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് അനീഷിന് ഒത്തിരി ഇത് കൊടുക്കുന്നുണ്ട്. പ്രയോറിറ്റി കൊടുത്താണ് ചെയ്യുന്നത്. അപ്പം അനിമോളും അപ്പാനിയും ജയിലിൽ പോകുന്നു. അപ്പം അപ്പാനി നമുക്ക് മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ ആര്യനോട് പറഞ്ഞത്, അനിമോൾ അവളെ പോലെ ഒരു പിഴ വൃത്തികെട്ട വിളി ലോകത്തില്ല, എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കരുത്, ഞാൻ മിണ്ടാതിരിക്കുകയാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പത്തേക്ക് അതേ അപ്പാനിയാണ് ഇവിടെ കിടന്നുകൊണ്ട് ജയിലിൽ കിടന്നുകൊണ്ട് അനിമോളുടെ കൂടെ കിടന്നുകൊണ്ട് അങ്ങ് മെഴുകി അങ്ങോട്ട് പോകുന്നത്. അനിമോളെ ലാസ്റ്റ് 5 കണ്ടസ്റ്റൻസിൽ നീ ഉണ്ടാവും ഞാനും ഉണ്ടാവുമെന്ന്. ഈ പോക്കാണെങ്കിൽ അപ്പാനിയെ തൂക്കി അവർ പുറത്തായി. കാരണം നമുക്ക് വെറുപ്പിക്കുന്ന സൈസ് ക്യാരക്ടറാണ് അപ്പാനിൽ നിന്ന് കിട്ടുന്നത്. എന്നിട്ട് ജയിലിനകത്ത് കിടന്നുകൊണ്ട് അവിടെ ബഷീർ നാരായണിയും കളിയൊക്കെ കളിക്കുന്നുണ്ട്. വെറും ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു രീതിക്കാണ് അപ്പാനി അവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ നിന്നിട്ട് കുട്ടിക്കാലി വെട്ടുന്ന സ്വഭാവം അപ്പാനിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ജയിലില്
പിന്നെ ഇതിനകത്ത് വേറെ ഒരു സത്യം, ഗിസൈലിന്റെ ഒക്കെ ഒരു ദാരിദ്ര്യം പിടിച്ച അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഗിസൈലിന്റെ പ്രോഡക്റ്റ് എല്ലാം തിരിച്ചു വാങ്ങിച്ചല്ലോ ബിഗ് ബോസ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇവന്മാർക്ക് എപ്പോഴും ലിപ്സ്റ്റിക് വേണം. ലിപ്സ്റ്റിക് ഇല്ലാതെ പ്രശ്നമില്ലാതെ പിന്നെയും തള്ളി നിൽക്കും. പക്ഷെ ലിപ്സ്റ്റിക്കും മേക്കപ്പ് കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ലാതെ ഇവന്മാർ നിൽക്കത്തില്ല. അപ്പത്തേക്ക് പാവം കുറച്ച് ടിഷ്യൂവിനകത്ത് ചൊരണ്ടി എടുത്ത് വെച്ചേക്കുവാണ് ലിപ്സ്റ്റിക്. എന്നിട്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തൂക്കണം. അത് അനിമോള് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ടിഷ്യൂവിനകത്ത് പറ്റിച്ച് വെച്ചായിരുന്നു ലിപ്സ്റ്റിക്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുണ്ട തൂത്തോണ്ടിരിക്കുന്നത് പറഞ്ഞാൽ. ശരിക്കും ബിഗ് ബോസ് ഒരു 16ന്റെ പണിയാണ് ഇതുങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. ശരിക്കും ഒരു രക്ഷയില്ല. ഇപ്പൊ ഇതുങ്ങൾ ഓർക്കൊന്നും പണ്ടാരടങ്ങാൻ വരണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, ഒരു പൗഡർ പോലും ഇടാൻ പറ്റത്തില്ല. മെനക്കെട്ട പരിപാടി. ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എങ്ങനെ ഇരിക്കുന്നു, ഇപ്പോൾ തന്നെ കോലം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ തറഞ്ചം പുറഞ്ചം പണി ഇതുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. പിന്നെ ജയിലിൽ ഇവർ കൊടുക്കുന്ന ചപ്പാത്തി പരത്താനാണ്. അതായത് ത്രികോണം, വട്ടം, ചതുരം അങ്ങനെയുള്ള ചപ്പാത്തി പരത്തണം. അത് കഴിഞ്ഞിട്ട് ഒരു തവണ ഒരു ട്രിപ്പ് ചപ്പാത്തി അല്ലേ നിങ്ങൾ പരത്തി കൊടുക്കുന്നു. അപ്പൊ ചപ്പാത്തി പരത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇത് കിടപ്പുണ്ട്. അനിമോളും നമ്മുടെ അപ്പാനും തമ്മിലുള്ള കൊണേടിയൊക്കെ നടത്തുന്നുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ബഷീറിനോ ഉടനെ ഇത് എന്റെ നാരായണി നീ ഇല്ലാതെ എനിക്ക്, നമ്മളെ മറ്റേ ഡയലോഗ് ഓർക്കുന്നുണ്ടല്ലോ, നാരായണി, അങ്ങനെ ബഷീർ നാരായണി ആ ജയിലിൽ കിടന്നു രണ്ടും കൂടെ കിടന്ന് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ചപ്പാത്തി പരത്തി കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത പണി 7ന്റെ 16ന്റെ പണി. ശരിക്കും പണ്ടാരി കോപ്പ് പോലും ഉറങ്ങാന്ന് പറഞ്ഞ് രണ്ടും കൂടെ കിടക്കുമ്പോഴാണ് അടുത്തത് നമ്മുടെ ക്യാപ്റ്റൻ നിങ്ങളുടെ ജയിലിലെ 2ാം ഘട്ടം പണിഷ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതായത് അപ്പാനിയുടെ നേരെ മുമ്പ് ഡയലോഗ് അടിച്ചോളൂ, നീ എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ നിന്നെ കടത്തി ഉറക്കത്തില്ലെന്ന്. ഇത് നേരെ ബിഗ് ബോസ് തിരിച്ചു കൊടുത്ത് എങ്ങനെ ഇരിക്കുന്നു, അപ്പാനിക്ക് കൊടുത്തു പണി. അപ്പൊ ഇത് അടുത്ത ചപ്പാത്തി മാവും കൂടി നിങ്ങൾ ഇതും കൂടെ റൗണ്ടും പരത്തി എല്ലാം തരണമെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചു വരുന്നു. ശരിക്കും ഇന്ന് ശരിക്കും ബിഗ് ബോസ് അറിഞ്ഞ് പണി കൊടുക്കുന്നുണ്ടെന്ന് തന്നെ പറയണം. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ആക്കുവാണ്. അപ്പം നിങ്ങളുടെ പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. പിന്നീട് ഒരിക്കൽ കാണാം. അപ്പം ഞാൻ ഇടയ്ക്ക് റിവ്യൂ ഒന്ന് സ്റ്റോപ്പ് ആക്കിയായിരുന്നു, കാരണം വ്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റോപ്പ് ആക്കിയത്. ഓക്കെ, ബൈ.